നിങ്ങൾ വലിയ ഒരു പ്രതിസന്ധിയിൽ പോയി അകപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങൾ ആലോചിക്കില്ലേ? ആലോചിക്കും എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കേൾക്കണം. എപ്പോഴാണ് പ്രതിസന്ധിയിൽ പോയി പെടുക എന്നറിയില്ലല്ലോ. നിങ്ങൾക്കിത് ഓർമ്മയുണ്ടാകുന്നത് നല്ലതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി വരികയോ അല്ലെങ്കിൽ വലിയ മുസീബത്തിൽ പോയി പെടുകയോ ഒക്കെ ചെയ്താൽ, മുസീബത്ത് ജീവിതത്തിൽ വരികയോ ഒക്കെ ചെയ്താൽ അതിൽ നിന്ന് കരകയറാൻ, ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ, പെട്ടെന്ന് മോചനം സലാമത്ത് കിട്ടാൻ ഒരാത്മീയമായ പരിഹാര മാർഗം, ഒരൊറ്റ മൂലി, അതാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുൻപിൽ വെക്കുന്ന ഒരു ഏറ്റവും നല്ല അറിവ്. നോക്കൂ, നമ്മളതിനെ ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നസ്ർ അറിയാത്തവരില്ലല്ലോ. എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബ. ഇതാണ് സൂറത്തുൻ നസ്ർ. ഈ സൂറത്തുൻ നസ്ർ നിങ്ങൾ 101 തവണ പാരായണം ചെയ്യുക. എത്ര തവണ? 100+1 101 തവണ നിങ്ങൾ പാരായണം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് 2 കൈകളും ഉയർത്തി ഒരല്പം സ്വലാത്ത് ചൊല്ലി നിങ്ങൾ അള്ളാഹുവിനോട് ഒന്ന് കരഞ്ഞ് നിങ്ങളുടെ പ്രശ്നം, വലിയ പ്രതിസന്ധിയാണല്ലോ നമുക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വലിയൊരു പ്രയാസമാണല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ, അപ്പോൾ കുറച്ച് സമയം ചെലവഴിച്ച് വുളു ഒക്കെ എടുത്ത് ഖിബലയിലേക്ക് തിരിഞ്ഞിരുന്ന് ഒന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നോക്കും. അള്ളാഹു, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് പെട്ടുപോയിട്ടുള്ളത്, എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന് അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞാൽ തീർച്ചയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ അതൊരു കാരണമാക്കി തീർക്കും. അതിനുള്ള ഒരു ഏറ്റവും നല്ല പരിഹാര മാർഗമാണ്, നിങ്ങളുടെ ദുആ സ്വീകരിക്കാനുള്ള ഒരു പരിഹാര മാർഗമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദുആ സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമുക്ക് അപകടങ്ങളിൽ നിന്ന്, അത്തരം മുസീബത്തുകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകട്ടെ. വീണ്ടും കാണാം ദുആ വസിയ്യത്തോടെ. ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. അസ്സലാമു അലൈക്കും.